ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് കുറച്ച് യാൺസ് പരിചയപ്പെടുത്താനാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യാൺസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ യാൺസ് ആണ്, അതിൻ്റെ എന്തൊക്കെ മെറ്റീരിയൽസ് ആണെന്നൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയാലും അതുപോലെ എൻ്റെ സ്റ്റുഡൻസ് ആയാലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യാൺസിനെ പറ്റിയിട്ട് അറിയാൻ എപ്പോഴും അവർ മെസ്സേജസ് അയക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ യാൺസ് വെച്ചിട്ട് എങ്ങനെയൊക്കെ മെറ്റീരിയലാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളതും ഇത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇത് ഞാൻ പ്രധാൻ എംബ്രോയ്ഡറി സ്റ്റോറിൽ നിന്നുള്ള ഒരു സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു യാണാണ്. അപ്പോൾ ഇത് ഒലിവിയ എന്ന് പറഞ്ഞിട്ടുള്ള വൂൾ ആക്രിലിക് യാണാണ്. വൂളിൻ്റെ പോലെയാണ്, പക്ഷേ ഇത് ആക്രിലിക് ആണ്. ഇത് ഡബിൾ നിറ്റിങ് യാണാണ്. ഇത് നിറ്റിങ് യാണായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ നമ്മളിത് 4 പ്ലേ യാണാണെങ്കിലും പക്ഷെ ഒന്നും കൂടി കുറച്ചുകൂടി തിക്കായിട്ടുള്ള ഒരു യാണാണിത്. അപ്പോൾ ഇങ്ങനെ ലാബിലുള്ള യാണാകുമ്പോൾ ഇതിലിങ്ങനെ അതിൻ്റെ മെറ്റീരിയലും ആക്രിലിക് ആണോ കോട്ടൺ ആണോ അതൊക്കെ പറയും. ഇത് ബ്ലെൻഡഡ് യാണാണ്. 100% ആക്രിലിക് ആണ്. ഇതിന് വെയിറ്റ് വരുന്നത് 100 ഗ്രാം ആണ്. പിന്നെ ഇതിൻ്റെ ഈ ചാർജസ്, ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 100 ഗ്രാം ആണ്. ലെങ്ത്ത് എന്ന് പറയുന്നത് 266 മീറ്റർ ആണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 110 റുപ്പീസാണ് വരുന്നത്. പിന്നെ അതുപോലെ ഡു നോട്ട് ബ്ലീച്ച് ചെയ്യാൻ പാടില്ല, അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അതിൽ കൊടുക്കും. പിന്നെ ഇതിൻ്റെ ഇത് ഹുക്ക് സെറ്റിൻ്റെ സൈസ്, ഇത് നിറ്റിങ് ആണ്. രണ്ട് യൂസ് ചെയ്യാം, ക്രോഷറ്റും ആണ് നിറ്റിങ്ങും ആണ്. അപ്പോൾ നിറ്റിങ് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ 4 mm നിറ്റിങ് ഹുക്ക് യൂസ് ചെയ്യുക. പിന്നെ ഇതുപോലെ ഇതിലും 4 mm അല്ലെങ്കിൽ 7 UK 7 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയാണ് ഇതിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇത് നമുക്ക് സാധാ നൂലിനേക്കാളും കുറച്ച് കട്ടി കൂടുതലാണ് ഈ ഒരു യാൺ ഉണ്ടാവുക. അപ്പോൾ ഇതിന് നമ്മൾ നോർമലായിട്ട് ഞാൻ 4 പ്ലേ എന്നാണ് ഇത്, പക്ഷേ കട്ടി കുറച്ച് കൂടും. ഒരു 5 പ്ലേൻ്റെ ഒക്കെ ഒരു കട്ടി ഉണ്ടാവും. പക്ഷേ നമ്മൾ നോർമലായിട്ട് 2.5 mm ഹുക്ക് സെറ്റ് തന്നെ യൂസ് ചെയ്താൽ മതി. ഇത് ഒലിവിയ ബ്രാൻഡാണ്. പിന്നെ അടുത്ത് നമുക്ക് ഇതെന്ന് പറഞ്ഞത് ഞാൻ മാജിക് നീഡിൽസ് നിന്ന് വാങ്ങിച്ചിട്ടുള്ള കോട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ യാണാണിത്. ഫുൾ കോട്ടൺ ആണിത്. നേരത്തെ നമ്മൾ ആക്രിലിക് യാണാണ് കണ്ടിട്ടുള്ളത്. ആക്രിലിക് യാണ് വൂള് ബ്ലെൻഡഡ് അല്ല, പക്ഷേ വൂളിൻ്റെ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ ഉണ്ടാവും എന്നാലും. പക്ഷേ അത് ഫുൾ ആക്രിലിക് ആണ്, 100% ആക്രിലിക് ആണ്. പക്ഷേ ഇത് നോക്കുമ്പോൾ 100% കോട്ടൺ ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 150 ഗ്രാം ആണ്. അതുപോലെ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 350 മീറ്റർ ആണ്. പിന്നെ ഇതിൻ്റെ MRP വരുന്നത് ഇതിന് 110 രൂപയാണെങ്കിൽ ഇതിന് 240 രൂപയാണ്. ഓൾ ടാക്സസ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ട് 240 രൂപയ്ക്കാണ് ഈ ഒരു യാൺ വാങ്ങിക്കുക. ഇതിന് 110 രൂപയേ ഉള്ളൂ. പക്ഷേ ഇത് ആക്രിലിക് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് കോട്ടൺ യാണാണ്. കോട്ടൺ യാണാകുമ്പോൾ ആക്രിലിക്കിൽ നമുക്കിങ്ങനെ ഒരു ഫർ ഇങ്ങനെ പൊന്തിക്കെടുക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ കോട്ടൺ യാണ് നല്ല ഒരു നീറ്റായിട്ടുള്ള ഒരു യാണാണ്. ബേബീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു യാണാണ്. ഇതും ബേബീസിന് യൂസ് ചെയ്യുക. അത് പക്ഷേ നമുക്ക് തണുപ്പ് കാലത്തൊക്കെ യൂസ് ചെയ്യാം. ഈ കോട്ടൺ ആകുമ്പോൾ നമ്മൾ സമ്മർ സീസണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഡിഫറൻസ് പറയുന്നത്. ഇത് മുഴുവനും 100% കോട്ടൺ യാണാണ്. പിന്നെ അതുകൊണ്ട് കോട്ടൺ യാൺ ആയതുകൊണ്ട് ഇതിൻ്റെ വെയിറ്റ് കുറച്ച് ഹൈ വെയിറ്റും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റും കൂടുതലാണ്. ഇതിന് ഈ ഒരു 110 രൂപയാണെങ്കിൽ ഇതിന് 240 രൂപയാണ്. അതാണ് ഇതിൻ്റെ ഡിഫറൻറ്റ് എന്ന് പറയുന്നത്. എപ്പോഴും കോസ്റ്റ്ലി ആയിരിക്കും കോട്ടൺ യാണ്. ആക്രിലിക് ആണ്, ലൈറ്റ് വെയിറ്റും ആണ്. അതുപോലെ തന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ആണ്. ഈ ഒരു ആക്രിലിക്കും കോട്ടണും തമ്മിലുള്ള വ്യത്യാസം അതാണ്. എന്ത് മെറ്റീരിയലാണോ യൂസ് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചാണ് നമ്മൾ ആക്രിലിക് കോട്ടൺ എന്നൊക്കെ പറയാം. ഇത് 100% കോട്ടൺ യാണാണ്. പിന്നെ അതുപോലെ ഇത് യൂസ് ചെയ്യേണ്ട ഇതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 3 mm ഹുക്ക് സെറ്റാണ് ഇതിൽ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ വെയിറ്റും റേറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെപ്പോഴും വാഷ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യുക, ബ്ലീച്ച് ഒന്നും ചെയ്യരുത് എന്നൊക്കെ അതിൽ ഇൻസ്ട്രക്ഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലീച്ച് ചെയ്യരുത്,
വാഷബിളാണ്. പക്ഷേ അതിനനുസരിച്ചിട്ട് നമുക്ക് വേറെയുള്ള കളേഴ്സിൻ്റെ കൂടെ ഒന്നും ഇതിട്ട് വാഷ് ചെയ്യരുത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ നോക്കാനുണ്ട്. അപ്പോൾ കോട്ടണും അക്രിലിക്കും തമ്മിലുള്ള വ്യത്യാസം അതാണ്. കോട്ടൺ ലൈറ്റ് വെയിറ്റ് ആണ്, അല്ല അക്രിലിക് ലൈറ്റ് വെയിറ്റ് ആണ്, കോട്ടൺ കുറച്ച് വെയിറ്റുള്ള യാണാണ്. പിന്നെ അതുപോലെ അക്രിലിക്കിൽ നമുക്കിങ്ങനെ ഒരു ഫെറ് പോലെ ഇങ്ങനെ തൊപ്പ പൊന്തുന്നത് പോലെ കാണും. പക്ഷേ കോട്ടണിൽ അതൊന്നും ഉണ്ടാവില്ല. പിന്നെ കോട്ടന് കുറച്ച് റേറ്റ് കൂടുതലാണ്, അക്രിലിക് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ആ ഒരു ഡിഫറൻസ് ആണ് ഇതിൽ തമ്മിലുണ്ടാവുക. പിന്നെ കോട്ടൺ നമ്മൾ സമ്മർ സീസണിൽ യൂസ് ചെയ്യും. ഇത് പിന്നെ നമ്മൾ വിൻ്ററിൽ, പിന്നെ നമ്മളിവിടെ അല്ല ഈ UK അതുപോലെ കാനഡ അങ്ങനത്തെ രാജ്യങ്ങളിലൊക്കെ എപ്പോഴും അക്രിലിക് യാണ് അല്ലെങ്കിൽ വൂൾ യാണ് തന്നെയാണ് യൂസ് ചെയ്യുക. അവർക്ക് എപ്പോഴും ചൂട് വേണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ യാൻസാണ് യൂസ് ചെയ്യുക. പിന്നെ സ്റ്റിച്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് സെയിം തന്നെ. ഈ 2.5 ഹുക്ക് സെറ്റ് തന്നെയാണ് ഞാൻ ഈ 4 പ്ലേ ഈ കോട്ടൺ യാണിനും യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു യാണിനും 2.5 ഹുക്ക് സെറ്റ് തന്നെയാണ്. തിക്നെസ് കാണുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ഉണ്ടെങ്കിലും പക്ഷെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഏകദേശം ഒരേപോലെ തന്നെയാണ് വരിക. ഇത് രണ്ട് ഡിഫറെൻ്റ് ആണ് കുറച്ച് എങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഏകദേശം സ്റ്റിച്ചസൊക്കെ ഒരുപോലെ തന്നെയാണ് വരിക. അതുകൊണ്ട് 2.5 ഹുക്ക് സെറ്റ് തന്നെ യൂസ് ചെയ്താൽ മതി. അതുപോലെ ഞാൻ യാൺ ഹട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു യാണാണിത്. ഇത് ഞാൻ മാജിക് നീഡിൽസ് നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് അവരുടെ ബ്രാൻഡഡ് നെയിമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് യാൺ ഹട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പാണ്. ഇത് നമ്മളെ എറണാകുളത്തുള്ള ഒരു ഷോപ്പാണ്. അവിടുന്ന് ഓൺലൈനിലായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൽ ഇത് സെയിം തന്നെയാണ്. യാണ് വെയിറ്റും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. കണ്ടോ, വല്ലാതെ വ്യത്യാസമൊന്നുമില്ല. ഇതിനും വരുന്നത് സെയിം റേറ്റ് തന്നെയാണ്. അല്ല, ഇതിന് 240 ആണെങ്കിൽ ഇതിന് 210 രൂപയേ ഉള്ളൂ. അത് ബ്രാൻഡിൻ്റെ വ്യത്യാസമാണ്. പക്ഷേ മെറ്റീരിയൽസ് ഒക്കെ സെയിം തന്നെയാണ്. നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താലും വലിയ ഡിഫറെൻ്റ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ 2 യാൺസും യൂസ് ചെയ്യാറുണ്ട്. ഇതും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ലിങ്കും നമ്പറും ഒക്കെ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് കോട്ടൺ യാൺ വരുന്നത്. പിന്നെ കോട്ടൺ യാൺ വരുന്നത് നമുക്ക് ഇതുപോലെ ബ്ലെൻഡഡ് ആയിട്ടുള്ള മൾട്ടി കളേഴ്സ് ആയിട്ടുള്ള യാൺസാണ് നമുക്ക് വരുന്നത്. ഇത് ഞാൻ പ്രധാൻ എംബ്രോയ്ഡറി സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ വേറെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൽ ഒരു എംബ്ലം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇത് നമുക്ക് ഒരുപാട് കളേഴ്സിൽ മൾട്ടി കളേഴ്സിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 200 സംതിങ് ആയിട്ടാണ് തോന്നുന്നത്. എനിക്ക് മറന്നുപോയി, കറക്റ്റ് റേറ്റ് ഓർമ്മയില്ല, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇത് പ്രധാൻ എംബ്രോയ്ഡറി സ്റ്റോറാണ്. അപ്പോൾ ഞാൻ മെയിനായിട്ടും പ്രധാൻ എംബ്രോയ്ഡറി സ്റ്റോറിൽ നിന്നും മാജിക് നീഡിൽസ് യാൺ ഹട്ട് ഈ 3 സ്ഥലത്തു നിന്നാണ് ഞാൻ പ്രധാനമായിട്ടും യാൺസ് വാങ്ങിക്കാറുള്ളത്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതും കോട്ടൺ ആണ്. കോട്ടണിൽ കളറിൽ മൾട്ടി കളറാണെന്നുള്ളൂ. സെയിം കോട്ടൺ ആണ്. 4 പ്ലേ യാണാണ്. കണ്ടോ, മറ്റേ ഇതിൻ്റെ ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ. മൾട്ടി കളർ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി റേറ്റ് കൂടുതൽ ഉണ്ടാവുന്നുള്ളൂ. ഇതിപ്പോൾ ഒരു 50 ഗ്രാമിൻ്റെ ബോളാണ്. അപ്പോൾ അതാണ് ഇത് 3. പിന്നെ അതുപോലെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു കോട്ടൺ യാണാണ്. കോട്ടൺ ഡിലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ഞാൻ പ്രധാന എംബ്രോയ്ഡറി സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതിലും ഇത് ബ്രാൻഡഡ് ആയതുകൊണ്ട് ഇതിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കോട്ടൺ ഡിലൈറ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ബ്ലെൻഡ് 100% കോട്ടൺ ബ്ലെൻഡാണിത്. അപ്പോൾ അക്രിലിക് ആണെങ്കിൽ ഇതിലിങ്ങനെ അവർ കൊടുക്കും അക്രിലിക് ആണെന്ന്. ഇത് കോട്ടൺ ആയതുകൊണ്ട് 100% കോട്ടൺ യാണാണ്. ഇതും അതുപോലെ തന്നെ കോട്ടൺ യാണാണെങ്കിലും ഇത് കുറച്ചും കൂടി തിക്ക് കൂടുതലാണ്. ഇത് 4 പ്ലേ ആണെങ്കിലും പക്ഷേ യാൺസൊക്കെ 4 പ്ലേ ആണെങ്കിലും ചില യാൺസ് നമുക്കിപ്പം യാണ് നോക്കുക എത്ര നൂല് ചേർന്നിട്ടാണ് ഈ ഒരു യാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നോക്കിയിട്ടാണ് നമ്മൾ ഇത് 4 പ്ലേ ആണോ 8 പ്ലേ ആണോ എന്നൊക്കെ നോക്കുക. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴും 4 പ്ലേ തന്നെയാണ്. പക്ഷെ 4 പ്ലേ ആണെങ്കിലും ഈ ഒരു നൂലിന് കുറച്ച് കട്ടി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 4 എണ്ണം വരുമ്പോൾ കട്ടി കൂടിയിട്ടുള്ളത്. കണ്ടോ. അപ്പോൾ ഈ ഒരു യാണും നോക്കുമ്പോൾ ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള ഇതേ ഉള്ളൂ. പക്ഷേ
4 പ്ലേ ആണ് എന്നാണ് ഇത് കേട്ടോ. പക്ഷേ സ്റ്റിച്ചസ് ചെയ്യുമ്പോൾ ചെറിയൊരു ഡിഫറൻറ്റ് ഇതിലുണ്ടാവും. ഇത് കോട്ടൺ ആണ്. അതുപോലെ ഇതിൻ്റെ എല്ലാ ഇൻസ്ട്രക്ഷൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ യാൺസൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതിലുണ്ടാവും ഇതെന്തൊക്കെ മെറ്റീരിയലാണ് ഇതിലുള്ളത് എന്നൊക്കെ. ഇത്രയാണ് നമ്മുടെ കയ്യിൽ കോട്ടൺ യാൺസ് ഉള്ളത്. പിന്നെ ഒരു മൾട്ടി കളർ കോട്ടൺ യാണും കൂടി ഉണ്ട്. ഇത് ഞാൻ പ്രധാന എംബ്രോയ്ഡറി സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല. ജീൻസ് എന്ന് പറയുന്ന നമുക്ക് ജീൻസിൻ്റെ ഡ്രസ്സ് ചെയ്ത പോലെ ഉണ്ടാവും ഇത് വെച്ച് ചെയ്താൽ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ ഓരോ വീഡിയോസായിട്ട് ഇടാവുന്നതാണ്. അപ്പോൾ ഇതും ഇതുപോലെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ളത് 100% കോട്ടൺ യാണാണ്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 100 ഗ്രാമാണ്. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് 200 മീറ്റർ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 185 ആണ്. അപ്പോൾ 100 ഗ്രാമിന് 185 രൂപയാണ് വരുന്നത്. ഇതും മൾട്ടി കളറായിട്ട് തന്നെയാണ്. മൾട്ടി കളർ എന്ന് പറയുമ്പോൾ ജീൻസിൻ്റെ ഒരു കളറായിട്ടാണ് ഇത് വരുന്നത്. ഇതിൻ്റെ 2-3 ഷെയ്ഡ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ കോട്ടൺ യാൺസിൽ നമ്മൾ ഇത്രയും യാൺസാണ് നമ്മളെ കയ്യിലുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സെയിം കോട്ടൺ ആണെങ്കിലും ചെറിയ ഡിഫറൻസ് നമ്മൾ ഓരോ കമ്പനിയിലും ഇപ്പോൾ ഡ്രസ്സിൻ്റെ തന്നെ ഓരോ ഡ്രസ്സും ഡിഫറെൻറ്റ് സൈസ് ആവുന്നത് പോലെ തന്നെ ചെറിയ ഡിഫറൻസ് മാറ്റങ്ങളെ ഉണ്ടാവുകയുള്ളൂ. തിക്നെസ്സിലായാലും ഇതിലൊക്കെ ആയാലും സെയിം തന്നെ ചെറിയ മാറ്റങ്ങളാണ് ഉണ്ടാവുക. പക്ഷേ ഇതൊക്കെ കോട്ടൺ ആണ്. എല്ലാം കോട്ടൺ യാൺസ് ആണ്. കോട്ടൺ യാൺസ് തന്നെ ഒരുപാട് വെറൈറ്റി കോട്ടൺ യാൺസ് ഉണ്ട്. അപ്പോൾ ഇതിലും റേറ്റ് കൂടിയിട്ടുള്ള യാൺസൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അത് ഞാൻ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് യാൺസ് വാങ്ങിച്ചത് കാണിച്ചതാണ്. ഇനി നമുക്കുള്ളത് പിന്നെ നമുക്ക് വരുന്നൊരു യാണാണ് സെലിബ്രിറ്റി അൾട്രാ സോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു യാണാണ്. ഇതിന് കണ്ടോ നല്ലോണം ഇതിൻ്റെ ഒരു ഫർ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന തൊപ്പ പൊന്തിയ പോലെ കാണും. പക്ഷെ അത് വെച്ചിട്ട് സ്റ്റിച്ചസ് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും. ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് വെച്ചിട്ട് ചെയ്യുന്ന. അപ്പോൾ ഈ സെലിബ്രിറ്റി അൾട്രാ സോഫ്റ്റ് ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ പ്രധാന എംബ്രോയ്ഡറി സ്റ്റോറിൽ തന്നെയാണ്. അപ്പോൾ ഇതിൽ ബ്ലെൻഡ് ചെയ്തിട്ടുള്ളത് 65% ആക്രിലിക്കും 35% നൈലോണും ആണ്. ഇതിൻ്റെ വെയിറ്റ് പറയുന്നത് 100 ഗ്രാമാണ്. ലെങ്ത്ത് 130 മീറ്റർ ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 98 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഹുക്ക് സെറ്റ് ഇത് നമ്മൾ നിറ്റിങ്ങിനും അതുപോലെ ക്രോഷറ്റിനും യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒക്കെ നീഡിലിൻ്റെ സൈസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗംഗ അക്രിലിക് ലിമിറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള യാണാണ്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം ഇതിൻ്റെ തിക്നെസ് പറയുന്നത് ഒരു 6 പ്ലേ ഒരു 5 പ്ലേൻ്റെ ഒക്കെ തിക്നെസ് ഉണ്ട്. അപ്പോൾ ഇതും നമുക്കിങ്ങനെ സ്റ്റിച്ചസ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ചസൊക്കെ കിട്ടും. അതങ്ങനെ സ്റ്റിച്ചസ് ചെയ്യുമ്പോൾ അതിൻ്റെ കണ്ടോ ഒരു ഇങ്ങനെ തൊപ്പ പൊന്തിയ പോലെ ഇങ്ങനെ കാണും. നല്ല ഭംഗിയായിട്ടുണ്ടാവും. അത് ഒരു വെറൈറ്റി യാണാണ് ഇത്. നമ്മൾ ഷൂസിൻ്റെ ഒക്കെ തലക്കലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയിൽ നമുക്ക് സ്റ്റിച്ചസ് ഭംഗിയിൽ കാണാൻ പറ്റും. പിന്നെ വരുന്ന യാണെന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു യാണാണ്. ഈ ഒരു യാൺ നല്ല ഭയങ്കര തിന്നായിട്ടുള്ള ഒരു യാണാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് പ്രധാന എംബ്രോയ്ഡറി സ്റ്റോറിൽ നിന്ന് തന്നെയാണ്. ഇത് നമുക്ക് ലേസൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഡ്രസ്സിലൊക്കെ തുന്നി പിടിപ്പിക്കാനും ഒക്കെ പറ്റിയിട്ടുള്ളൊരു യാണാണ്. നമുക്കിതിപ്പം ലേസ് വർക്കൊക്കെ ചെയ്യണമെങ്കിൽ ഈ ഒരു യാൺ വെച്ചിട്ട് നമ്മൾ പോയിന്റ് വരുന്ന ഹുക്ക് സെറ്റ് യൂസ് ചെയ്യുക. എന്നിട്ട് നമുക്കിങ്ങനെ സ്റ്റിച്ചസ് ക്രോഷേ തന്നെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നമുക്ക് ഡ്രസ്സിലൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ 0 പോയിന്റ് ഹുക്ക് സെറ്റ് യൂസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കണ്ട് സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ സ്റ്റിച്ചോ നമുക്ക് എന്താ ഫ്ലവറോ എന്താ മേക്ക് ചെയ്യണമെങ്കിൽ അതൊക്കെ മേക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് ഡ്രസ്സിലൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ ഇത് 2 എണ്ണം ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു യാണാണിത്. ഒരു വെറൈറ്റി യാണാണിത്. പിന്നെ വരുന്നത് നമുക്ക് ഈ ഒരു യാണെന്ന് പറയുന്നത് ബ്ലാങ്കറ്റ് യാണാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള യാണാണിത്. ഈ ഒരു ബ്ലാങ്കറ്റ് യാൺ വെച്ചിട്ട് നമുക്ക് ക്യാപ്പ് കാര്യങ്ങൾ ഷൂസ് അതുപോലെ പ്ലഷീസ് ടോയ്സ് പിന്നെ ഒരുപാട് ബ്ലാങ്കറ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വർക്കുകൾ ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഭയങ്കര സോഫ്റ്റ് യാണാണ്. ലൈറ്റ് വെയ്റ്റും ആണ്. പിന്നെ ഇതും ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് പ്രധാന എംബ്രോയ്ഡറി സ്റ്റോഴ്സിൽ നിന്നാണ്. അപ്പം
ഇത് വെച്ചിട്ട് ചെയ്തിട്ടുള്ള 2 മെറ്റീരിയൽ ഇത് കാണിച്ചു തരാം. ഞാൻ ഈ ഒരു യാൺ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ക്യാപ്പാണിത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാപ്പാണിത്. ഇത് ക്യാപ്പെല്ലാം നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഇത് വെച്ച് ചെയ്യുമ്പോൾ വലിയ വലിയ സ്റ്റിച്ചസ് ആണ് വരിക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വർക്കുകൾ ഫിനിഷ് ചെയ്യാൻ പറ്റും. മറ്റേ സ്റ്റിച്ച് ചെറിയ സ്റ്റിച്ചല്ല വരിക. ഇത് കുറച്ച് കട്ടിയുള്ള യാണായതുകൊണ്ട് വലിയ ഹുക്ക് സെറ്റ് യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ക്യാപ്പോ എന്താണോ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വരുന്നത് നമുക്ക് യാണെന്ന് പറയുന്നത് ടീഷർട്ട് യാണാണ്. ടീഷർട്ട് യാണെന്ന് പറയുന്നത് നമുക്ക് നമ്മൾ ഡ്രസ്സിൻ്റെ യാണുണ്ടല്ലോ, ടീഷർട്ടൊക്കെ വെച്ചിട്ടുള്ള ഇത്. ശരിക്കും യാണ് എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ തന്നെയാണ്, ഫാബ്രിക് തന്നെയാണ്. ഇത് കണ്ടോ, ഒരു ഡ്രസ്സ് തന്നെ, ഡ്രസ്സിൻ്റെ ഫാബ്രിക് തന്നെയാണ് ആണിത്. അപ്പോൾ ഈ ഒരു ബനിയൻ ക്ലോത്തിൻ്റെ ഒരു മെറ്റീരിയലാണ് ഇത് വരുന്നത്. ടീഷർട്ട് യാണ്, ബനിയൻ യാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഐറ്റംസ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് വെച്ചിട്ട് ഞാൻ ഒരു റൗണ്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ഇത് റൗണ്ട് ഷേപ്പിൽ നമുക്ക് ബാഗോ പിന്നെ അതുപോലെ എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാൻ വെച്ചിട്ട് മോസസ് ബാസ്ക്കറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഹുക്ക് സെറ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇത് വലിയ തിക്കുള്ള യാണാകുമ്പോൾ നമ്മളൊരു 6 പ്ലേ അല്ലെങ്കിൽ 6.5 ഒക്കെ ഉള്ള യാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റിൽ ഇങ്ങനെ സ്റ്റിച്ചസ് ചെയ്യാൻ പറ്റും. ഹുക്ക് സെറ്റിൻ്റെ സൈസ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇത് 6.5 mm ഹുക്ക് സെറ്റാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഈ ടീഷർട്ട് യാണ് വെച്ചിട്ട് ബാഗ് ഒരുപാട് ഐറ്റംസ്, നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് ബാഗ്സ് ഈ ടീഷർട്ട് യാണ് വെച്ചിട്ട് ഒരുപാട് കളേഴ്സിൽ നമുക്കിത് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് വരുന്നത് ലോക്കൽ ഷോപ്പിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന ഇങ്ങനെ ഇത് പ്രിയ എന്ന് പറഞ്ഞുള്ള ഒരു ബ്രാൻഡാണ്. ഇത് ഓസ്വാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഇങ്ങനത്തെ യാണ് വെച്ചിട്ടും നമുക്ക് നമ്മൾ ക്രോഷറ്റ് വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റും. ഈ ഒരു യാണും ഇതും ഒക്കെ ആക്രിലിക്കാണ് കേട്ടോ. 2 ആക്രിലിക് യാൺ തന്നെയാണ്. ഇതിന് വളരെ ചീപ്പായിട്ട് നമുക്ക് ഇവിടെ ലോക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 10 രൂപ 12 രൂപ ആ ഒരു റേറ്റിലാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ ഓസ്വാൾ ഇതും സെയിം തന്നെയാണ്. ഇതും ആക്രിലിക് തന്നെയാണ്. അപ്പോൾ ഇത് വെച്ചിട്ടും നമുക്ക് വർക്കുകളൊക്കെ ചെയ്യാം. ഫ്രോക്ക്, ഡ്രസ്സൊക്കെ, പിന്നെ എല്ലാ ഐറ്റംസും, ടോപ്പും ബ്ലാങ്കറ്റും എല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നല്ല ലോങ് ലാസ്റ്റിങ്ങും ആണ്. കളറ് അങ്ങനെ മങ്ങൊന്നുമില്ല. ആക്രിലിക് ആയതുകൊണ്ട് ഇതും ഏകദേശം സെയിം തന്നെയാണ്. പക്ഷേ ഇത് ബ്രാൻഡഡ് ആണ് എന്നുള്ള ഒരു വ്യത്യാസമുള്ളൂ. ബാക്കി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഇത് വെച്ചിട്ട് ഞാനും ഒരുപാട് ഡ്രസ്സസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് മെയിനായിട്ട് 3 യാൺസാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് വെറൈറ്റി യാൺസ് നമുക്ക് അവൈലബിൾ ആണെങ്കിലും കുറച്ച് യാൺസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോസിനായിട്ട് ബെല്ലൈക്കന് പ്രസ് ചെയ്യുക. ഇതുപോലെ നമ്മൾ ഇനിയും ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ ഇത് വെച്ചിട്ടൊക്കെ നമുക്ക് ഓരോ ഐറ്റംസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓരോ ഐറ്റംസ് ചെയ്യുമ്പോഴും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോസായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഇതുപോലെ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. Thank you for watching and thank you for subscribing.